സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രിയങ്കയും സുകുമാരിയും കൂടി കണ്ണിൽ മുളക് പൊടിയൊക്കെ വീണിട്ട് പൈപ്പ് തപ്പി അവിടെ അടുക്കളയിൽ മുഴുവൻ പരതി നടക്കുവാണ് കേട്ടോ. ഈ കാഴ്ച കണ്ട് രാധികയും ജയഭാരതിയമ്മയും അവിടെ അടുക്കളേൻ്റെ അവിടെ വാതിലിൻ്റെ അവിടെ നിന്ന് നോക്കി ചിരിക്കുവാണ് കേട്ടോ. അന്നേരം രാധിക പറയണേ, അയ്യോ എങ്ങനെയോ അവരുടെ കണ്ണി മുളക് പൊടി പോയിന്ന് തോന്നുന്നു, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. അന്നേരം ജയഭാരതി പറഞ്ഞേ, അവിടെ നിൽക്കി, ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല, രണ്ടും കൂടി നമ്മളെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുള്ളതല്ലേ, അനുഭവിക്കട്ടെ തന്നെ, നമ്മളിവിടെ നോക്കി നിന്ന് കണ്ടാൽ മാത്രം മതി. ഈ സമയം പ്രിയങ്ക എങ്ങനെയോ പൈപ്പൊക്കെ തപ്പി കണ്ടുപിടിക്കുക. അയ്യോ മുത്തശ്ശി, ഈ പൈപ്പിൽ വെള്ളമില്ല, അയ്യോ ഇനി എന്ത് ചെയ്യും മോളെ, എരിഞ്ഞിട്ടാണെങ്കിൽ കണ്ണ് കാണാനും വയ്യോ. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, മുത്തശ്ശി പുറത്തൊരു പൈപ്പുണ്ട്, അങ്ങോട്ടേക്ക് പോകാം. മുത്തശ്ശി അങ്ങോട്ടേക്ക് വാ. എടി നിൽക്കടി, ഞാനും വരുന്നു. മുത്തശ്ശി എൻ്റെ പിന്നാലെ വാ. എടി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലടി. അങ്ങനെ ഇവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ രണ്ടുപേർക്ക് ചിരി വരുവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി പിൻഭാഗത്തൂടെ പുറത്തിറങ്ങി അവിടെ പൈപ്പ് തപ്പുവാണ്. അയ്യോ മുത്തശ്ശി, പൈപ്പ് കാണുന്നില്ലല്ലോ, ഇവിടെ എവിടെയായിരുന്നു ഉണ്ടായത്, എടി ഒന്ന് വേഗം കണ്ടുപിടിക്കടി. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും പരസ്പരം തമ്മിലിടിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. എൻ്റെ മുത്തശ്ശി ഒന്ന് നോക്കി നടക്ക്, എടി എനിക്കെന്തെങ്കിലും കാണണ്ടേ. മുത്തശ്ശി കണ്ണ് നിറന്നു, കണ്ണിലൊന്ന് ഊതി തരുമോ. എടി എൻ്റെ കണ്ണിൽ പൊടി വീണ് കിടക്കുമല്ലേ, മനുഷ്യരൊരു താരി പോലും കാണാൻ പോകുന്നില്ല. അപ്പോഴാണ് അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ശബ്ദമൊക്കെ കേട്ടിട്ട് കൽപ്പനയും മുർവശിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വരുന്നത് കാണുന്നതും രാധികയും ജയഭാരതിയമ്മയും അവിടുന്ന് കുറച്ച് മാറി അവർ കാണാതെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അടുക്കളയുടെ കിടപ്പൊക്കെ കണ്ടിട്ട് കൽപ്പന പറയണേ, അല്ല ചെറിയമ്മേ, എന്താ ഇതൊക്കെ, അടുക്കളാകെ നശിപ്പിച്ചിട്ടിരിക്കുവാണല്ലോ, എന്തായി സംഭവിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് അവർ രണ്ടാളും അത് കണ്ട് ആലോചിക്കുവാണ്. പുറത്തുനിന്ന് ചെറിയ മോച്ച, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പ്രിയങ്കയും സുകുമാരിയും കണ്ണിലിങ്ങനെ മുളക് പൊടിയൊക്കെ വീണ് പരസ്പരം ഇങ്ങോട്ട് പോകണം എന്നറിയാതെ തപ്പിത്തടഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ കാഴ്ച കാണുമ്പോഴേക്ക് രണ്ടുപേർക്കും ചിരി വരുവാണ്. രണ്ടുപേരും അതുകൊണ്ട് ചിരിച്ച് ആസ്വദിക്കുവാണ്. എന്നിട്ട് പതിയെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കണേ, അല്ല സുകുമാരിയമ്മേ, എന്തായി പറ്റിയത്. അയ്യോ ഒന്നും പറയണ്ട, അടുക്കളയിൽ ചെന്ന് കുറച്ച് കഞ്ഞിയും പയറുമെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ചെന്നതാണ്, എന്നാലാണെങ്കിലോ ഇങ്ങനെ അവസ്ഥയിലായി, ആ മുളക് പൊടി മറ്റു കണ്ണിലേക്കും മേത്തേക്കൊക്കെ വീണ് കണ്ണും ശരീരമൊക്കെ എരിഞ്ഞിട്ട് വയ്യ. കുറച്ച് വെള്ളം ഒന്നെടുത്തുകൊണ്ട് വാടി, എൻ്റെ മുഖം ഒന്ന് കഴുകാനാണ്. അതൊക്കെ എടുത്തുകൊണ്ട് വരാം. ആദ്യം എന്താ സംഭവിച്ചതെന്ന് പറ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അതൊക്കെ പറയാൻ പറ്റിയ സാഹചര്യമില്ല, ഇത് കണ്ണ് നീറുന്നു, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോവാം. ഈ സമയം കൽപ്പനയും ഉർവശിയും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണേ, എന്നാലും മുത്തശ്ശി എങ്ങനെയാ പറ്റിയെന്ന് ഞങ്ങളോടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ. നിനക്കൊക്കെ അറിയണോ അല്ലേ, ഞാൻ അറിയിച്ചു തരാടി എന്നും പറഞ്ഞ് സുകുമാരിയമ്മ നേരെ തന്നെ ആ മുളക് പൊടി കയ്യിലുണ്ടായിരുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൽപ്പനയുടെ മുഖത്ത് തേക്കുവാണ്. ഈ സമയം പ്രിയങ്കയും ഉർവശിയുടെ മുഖത്തും തേക്കുവാണ്. അങ്ങനെ നാലും കൂടി എരിഞ്ഞ് കണ്ണ് കാണാനാവതെ പുകഞ്ഞതുവഴിയെല്ലാം പൈപ്പ് അന്വേഷിച്ച് ഓടി നടക്കുവാണ്. ഇതുകൂടി കാണുന്നതോടെ രാധികയും ജയഭാരതിയമ്മയും ചേരി നിർത്താനാവാതെ അതെല്ലാം കണ്ട് നിയന്ത്രണം വിട്ട് ചിരിക്കുവാണ് കേട്ടോ. എൻ്റെ മുത്തശ്ശി എന്തൊക്കെയോ ഒരു കാണിച്ചു കൂട്ടുന്നത്. അന്നേരം ജയഭാരതി പറയുന്നുണ്ട്, എന്താണെങ്കിലും കണക്കായി പോയി, ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് രണ്ടും കൂടി കയറി വന്നപ്പോൾ ഇവർ രണ്ടുപേരും ആയിരുന്നല്ലോ എല്ലാത്തിനും സപ്പോർട്ടായി നിന്നത്, അപ്പോൾ 4 പേരും കൂടി ഒന്നിച്ച് തന്നെ അനുഭവിക്കട്ടെ. ഈ സമയം പ്രിയങ്ക എങ്ങനെയൊക്കെ പൈപ്പ് കണ്ടെത്തുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക പറയണേ, മുത്തശ്ശി പൈപ്പ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് ഓടിവാം. അങ്ങനെ അവർ ഇടിപിടിച്ച് മാറി ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കഴുകുവാണ് കേട്ടോ. ഈ സമയം ഓരോരുത്തരും മറ്റുള്ളവരെയൊക്കെ പിടിച്ച് തള്ളി മാറ്റിയിട്ടൊക്കെ കേട്ടോ കഴുകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് രാധിക പറയണേ, മുത്തശ്ശി അവിടെ അടിയായി എന്നാണ് തോന്നുന്നത്. പ്രിയങ്കയുടെ സംസാരം ശ്രദ്ധിച്ചില്ലേ, അവരുടെ സംസാരം കേട്ടാൽ തോന്നുമോ മനസ്സിന് സുഖമില്ലാത്ത ഒരു പെൺകുട്ടിയെ സംസാരിക്കുന്നതെന്ന്. ഇല്ല മോളെ, ഇതിങ്ങനെ പതിയെ പുറത്തു വന്നുകൊണ്ടിരിക്കുവാണല്ലോ, അധികം വൈകാതെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഇത് നമ്മൾ പൊളിച്ചെടുക്കും, അതിനുള്ള വഴി അധികം വൈകാതെ തന്നെ തെളിഞ്ഞു വരും മോളെ. ശരിയാ മുത്തശ്ശി, കണ്ണൻ തന്നെ അതിനൊരു വഴി കാണിച്ചു തരും. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ പിന്നീട് മുഖമൊക്കെ കഴുകി ചെറിയൊരു ആശ്വാസത്തോടെ അവരെല്ലാവരും അവിടെ ഇരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗൗതമും ബെഞ്ചമിനും തമ്മിൽ സംസാരിക്കുന്നതാണ്. അന്നേരം ബെഞ്ചമിൻ ഗൗതത്തിനോട് പറയണേ, അതെ ഗൗതം, തൻ്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു, ജയിലിൽ പോയി അദ്ദേഹത്തെ ഉടനെ തന്നെ പുറത്തിറക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അതിന് തൽക്കാലം ഇപ്പോൾ നമുക്ക് ആവശ്യം പണമാണല്ലോ, അത് എൻ്റെ അനിയത്തിൽ നിന്നും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ പറഞ്ഞ ചില എഗ്രിമെൻറ്റിലൊക്കെ ഇയാൾ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. അതൊക്കെ തൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ടുള്ളതാണ്. എന്താണെങ്കിലും ഞാൻ സാറേ ഇപ്പോൾ ഫോണിൽ വിളിച്ചു തരാം, താൻ നേരിട്ടൊന്ന് സംസാരിക്കുക. അങ്ങനെ പറഞ്ഞാൽ ബെഞ്ചമിൻ സാറിനെ ഫോണിൽ വിളിച്ചിട്ട് ഗൗതത്തിന് കൊടുക്കുവാണ്. ഈ സമയം സാറയുടെ മുഖമൊന്നും നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ സാറേയും ഗൗതമും തമ്മിൽ ഫോണിൽ സംസാരിക്കുക. ബെഞ്ചമിനോട് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞതുകൊണ്ട് മാത്രമോ ഞാൻ ഇത്രയും പണം പ്രത്യേകിച്ച് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ലാതെ നിങ്ങളെപ്പോലെ ഒരാൾക്ക് തരുന്നത്.
പക്ഷേ ബെഞ്ചമിൻ്റെ കയ്യിൽ ഞാനൊരു എഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അതിൽ സൈൻ ചെയ്തു തന്നെ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ കാശ് ഞാൻ തന്നിരിക്കും. പിന്നെ കാശിൻ്റെ ഇടപാടാണ്, അതിലെനിക്ക് സ്വന്തവും ബന്ധവും ഒന്നുമില്ല. അവൻ ഈ കാര്യം എന്നോട് പറഞ്ഞെങ്കിലും ഡീലിങ്സ് എല്ലാം നമ്മൾ തമ്മിലായിരിക്കും. എന്തെങ്കിലും ഒരു ചതി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാലുണ്ടല്ലോ, പിന്നെ എൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല. അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ആ കാര്യം മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഗ്രിമെൻറ്റ്സിലൊക്കെ ഒപ്പിട്ടതിന് ശേഷം എന്നോട് പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് സാറ ഫോൺ കിട്ടുകയുമാണ്. ഈ സമയം ബെഞ്ചമിൻ പറയുന്നുണ്ട്, അവളെ എൻ്റെ അനിയത്തിയാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിലൊക്കെ അവൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതൊക്കെ ഒത്തിരി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എനിക്ക് മനസ്സിലായി. ഞാൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തോളാം. പിന്നെ മറ്റൊരു കാര്യവും കൂടി, ഞാനൊരു വാടകക്കൊലയാളിയായിട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ സൗഹൃദം വലിയൊരു രീതിയിലൊക്കെ വളർന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയെല്ലാം നേടിയെടുത്ത് കഴിയുമ്പോൾ എന്നെ ചതിച്ചു കളയാമെന്നുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ ബെഞ്ചമിന് ആൾക്കാരെ കൊന്നു മാത്രമേ ശീലമുള്ളൂ. എന്നെക്കൊണ്ട് അരുതാത്തതൊന്നും ചെയ്യിക്കരുത്. ഇല്ല ബെഞ്ചമിൻ, അച്ഛന് ബെഞ്ചമിനെ വലിയ കാര്യമാണ്. അച്ഛൻ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാക്ക് ഞങ്ങൾ ആരുമായിട്ട് തെറ്റിക്കാൻ പോകുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കടമംഗലത്തെ സ്വത്തുക്കളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി തനിക്കുള്ളത് തന്നെയാണ്. എന്നാൽ ശരി, ഇത് അഗ്രിമെൻറ്റ്, ഇത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടോളൂ. അങ്ങനെ ഗൗതം അത് മേടിച്ച് വായിച്ചൊക്കെ നോക്കിയതിന് ശേഷം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുവാണ്. അതൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ ബെഞ്ചമിനും. പിന്നീട് കാണിക്കുന്നത് പനി പിടിച്ച് കിടക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയം ശ്യാമയുടെ നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിടുവാണ് അമൃത. എന്നാലും എൻ്റെ ശ്യാമേ, മോളെ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു ടെൻഷനല്ലേ ശ്യാമയ്ക്ക് ഇപ്പോൾ പനി വന്നത്. എത്ര പറഞ്ഞതാ ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന്. ശ്യാമയല്ലേ വാശി പിടിച്ചത്. ഇങ്ങനെ വാശി കാണിക്കുന്നതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഏട്ടത്തി, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. മനസ്സിനെറ്റ് വിഷമം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. എന്നാലും മോളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഞാനാകെ തകർന്നു പോയി. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് അവളെ എൻ്റെ നെഞ്ചോട് ചേർക്കാമെന്ന് വിചാരിച്ചതല്ലേ, ആ പ്രതീക്ഷയും പോയില്ലേ. അന്നേരം അമൃതയും പറയണേ, ഇന്നലെ ആ മാഗസിനൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എത്ര സന്തോഷത്തോടെയായിരുന്നു മോളോട് എല്ലാം പറഞ്ഞ്. അമ്മയും മോളും കൂടി പുതിയൊരു ജീവിതം തുടങ്ങുന്നത് കാണാൻ വേണ്ടി ഞാനും കാത്തിരിക്കുമായിരുന്നു. പക്ഷേ രാധികയുടെ ആ വാക്കുകളിലൂടെ ശ്യാമ വല്ലാതെ തകർന്നു എന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല ശ്യാമേ, നമ്മൾ എത്രയോ ഓർഫനേജിലൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം തങ്ങളുടെ അമ്മയും അച്ഛനെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിൽ ചില കുട്ടികൾ അച്ഛനമ്മയെ കുറിച്ച് പറയുമ്പോൾ ദേഷ്യപ്പെടും. അവരെ ഇനി കാണണ്ടെന്ന് പറയും. അതിന് കാരണം എന്താണെന്നറിയോ? അവരിനി ഒരിക്കലും തങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ വന്നുപോയി. അത് കാരണമാണ് അവർ അച്ഛനും അമ്മയും കുറിച്ചൊക്കെ പറയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ശരിക്കും അവരുടെ മുമ്പിൽ അച്ഛനും അമ്മയും ഒരു ദിവസം വന്ന് നിന്ന് മോളെ നിന്ന് വിളിച്ചാലുണ്ടല്ലോ, ആ സമയം തീരാവുന്നതേ ഉള്ളൂ അവരുടെ ആ ദേഷ്യവും വാശിയൊക്കെ. അന്നേരം ആ സ്നേഹത്തിൽ അവരും അങ്ങ് അലിഞ്ഞു ചേരും. അതല്ലേ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം. പിന്നെ ഇപ്പോൾ രാധികമോൾ പറഞ്ഞത് ശ്യാമയും ഓർക്കുന്നില്ലേ, ഫിദ മേഡത്തിന് യശോദേനെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെ കാണുന്നതെന്ന്. അങ്ങനെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മോളെ സ്നേഹിക്കാനും അവളുടെ സ്നേഹം തിരിച്ചനുഭവിക്കാനും ശ്യാമയ്ക്ക് ഇപ്പോൾ പറ്റുന്നുണ്ടല്ലോ. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷേ ജീവിതാവസാനം വരെ ഈ വേഷ്യത്തിന് എനിക്കെൻ്റെ മോളുടെ മുമ്പിൽ വേണ്ടി നിൽക്കേണ്ടി വരില്ലേ? അവളോട് ഒരിക്കലും ഈ സത്യം പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കുണ്ടാവുന്ന ഷോക്ക് എത്രത്തോളമാണെന്ന് ഇന്നലത്തെ സംഭവത്തിൽ നിന്ന് തന്നെ തെളിഞ്ഞതല്ലേ. പലപ്പോഴും ഞാൻ സ്വയം പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നിർഭാഗ്യവതിയായ അമ്മ തന്നെയാണെന്ന്. ഇപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യം വരികയല്ലേ ഏട്ടത്തി. ശ്യാമ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, ആദ്യം ഒന്ന് സമാധാനപ്പെട്. എല്ലാം ശരിയാവുന്നൊരു ദിവസം വരും. എടുത്തൊരു കാര്യം ചെയ്യ്, മോളൊന്ന് ഫോണിൽ വിളിക്ക്. അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് രാധികനെ ഫോണിൽ വിളിച്ച് ശ്യാമക്ക് കൊടുക്കുവാണ് കേട്ടോ. ഹലോ മോള് ഇപ്പോൾ ഓക്കെ അല്ലേ? മോളുടെ ദേഷ്യമൊക്കെ മാറിയോ? ദേഷ്യമോ? എന്തിന്? ഓ, ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും അല്ലേ? സത്യം പറയാമല്ലോ മാഡം, അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുഴുവൻ ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ഒരിക്കലും നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ഞാൻ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടതെന്ന്. ശ്യാമ മാഡം എൻ്റെ അമ്മയാവാനേ അതിന് എവിടെയാണ് സാധ്യതയുള്ളത്? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ വിഷമത്തിലായിരുന്നോ മാഡം? അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട മാഡം. അതൊക്കെ ഞാൻ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു കളഞ്ഞു. ശരി മോളെ. അല്ല, മാഡത്തിൻ്റെ ശബ്ദത്തിനൊന്നൊരു വ്യത്യാസം പോലെ. എന്തെങ്കിലും അസ്വസ്ഥതയോ തളർച്ചയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മോള് പോയതിന് ശേഷം ഞാനൊന്ന് കിടന്നു. പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റതിന് സംസാരിച്ചുകൊണ്ടായിരിക്കും മോൾക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനെയൊന്നുമല്ല മാഡം. മാഡത്തിനൊന്ന് ഫോൺ കൊടുത്തേ. അമൃതൻ്റെ അരികിൽ തന്നെയുണ്ട്, ഞാൻ സ്പീക്കറിലിടാം. പറ രാധിക മോളെ എന്ന് അമൃത പറയുക. അന്നേരം രാധിക ചോദിക്കണേ, മാഡത്തിന് എന്താ പറ്റിയത്? പിന്നെ മാഡത്തിൻ്റെ ശബ്ദത്തിനൊക്കെ എന്തൊരു ചേഞ്ച് പോലെ, എന്തെങ്കിലും വല്ലായിക വല്ലതും ഉണ്ടോ? അത് പിന്നെ കാര്യം എന്താണെന്ന് ഫിദ പറഞ്ഞല്ലോ. ഉറങ്ങുമായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോഴേക്കും ചെറിയൊരു തൊണ്ടയടപ്പ് പോലെ. അമൃത മാഡം, ഫിദ മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളണേ. മോള് പേടിക്കൊന്നും വേണ്ട, ഞാനെല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കിക്കോളാം. എന്നാൽ ഫിദ മാഡത്തിനൊന്ന് കൊടുത്തേ. മാഡം
ഞാൻ സ്വപ്നത്തിൽ കാണുന്ന അന്മയല്ലേ ഇത്, ഇതെൻ്റെ യഥാർത്ഥ അമ്മ തന്നെയാണ്. എനിക്ക് മേഡത്തെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തുണ്ടെങ്കിലും എന്നോട് ധൈര്യമായിട്ട് പറയാൻ കേട്ടോ. എന്നാണെങ്കിലും നാളെ രാവിലെ തന്നെ ഞാൻ മേഡത്തെ കാണാൻ വരുന്നുണ്ട്. ശരി. അങ്ങനെ പറഞ്ഞ് രാധിക ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം അമൃത പറയണേ, ദൈവമായിട്ടാ മോളുടെ നാവിൽ അങ്ങനെ ഒരു വാക്ക് പറയാൻ തോന്നിയത്. അവൾ പറഞ്ഞത് കേട്ടില്ലേ, സ്വപ്നത്തിലെ അമ്മയല്ല മേഡം എനിക്ക് യഥാർത്ഥ അമ്മയാണെന്ന്. ഇതിൽ പരം മോളുടെ വായിൽ നിന്ന് ശ്യാമയ്ക്ക് എന്താ കേൾക്കേണ്ടത്? ശ്യാമക്ക് ചെറിയൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഭഗവാൻ തന്നെയാണ് മോളെ കൊണ്ടത് പറയിച്ചത്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ പ്രിയങ്കയൊക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞ് കണ്ണ് നീറിയിട്ട് പേപ്പറൊക്കെ കൊണ്ട് കണ്ണിലിങ്ങനെ വീശിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം സുകുമാരി പറയണേ, എടി പ്രിയെ, എൻ്റെ കണ്ണിൽ ഇപ്പോഴും എന്തോ ഒരു കുത്തുന്നത് പോലെ തോന്നുന്നു, നീ ഒന്ന് വന്ന് നോക്കിക്കേ. എൻ്റെ മുത്തശ്ശി, ഞാൻ കുറേ തവണ വന്ന് നോക്കിയതല്ലേ, മുളക് പൊടിയില്ലേ കണ്ണി വീണത്, അതിൻ്റെ പുകച്ചിൽ കുറച്ച് നേരമൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാലേ അത് മാറുള്ളൂ. അന്നേരം സുകുമാരി പറയുന്നുണ്ട്, എന്നാലും പ്രിയെ, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കഷ്ടപ്പാട് സഹിക്കുന്നു, എന്നിട്ടും എനിക്കൊരു അപകടം വന്നപ്പോൾ നീ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. എൻ്റെ കണ്ണിലൊന്നും നോക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ലല്ലേ. മുത്തശ്ശി പറയുന്നത് കേട്ടതൊന്നും എനിക്കൊന്നും പറ്റില്ലെന്ന്, നമ്മുടെ രണ്ടുപേരുടെയും കണ്ണി വീണില്ലേ, അത് മാറാൻ കുറച്ച് സമയം എടുക്കും മുത്തശ്ശി ഒന്ന് സമാധാനപ്പെട്ടെ. അങ്ങനെ അവർ ഇരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ കൽപ്പനയും ഉർവശിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. കൽപ്പന ചോദിക്കുക, മുത്തശ്ശി എങ്ങനെയുണ്ട് ഇപ്പോൾ, കണ്ണ് നീറുന്നുണ്ടോ? ദേ എന്നെക്കൂടൊന്നും പറയിപ്പിക്കല്ലേ. അന്നേരം ഉർവശി പറയുന്നുണ്ട്, എന്നാലും സുകുമാരി അമ്മേ, നിങ്ങൾ കാണിച്ചത് കുറച്ച് കൂടുതലായിപ്പോയി. ഒന്നുമില്ലെങ്കിലും എന്ത് കാര്യത്തിലും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടി, എന്നിട്ട് ഞങ്ങളുടെ കണ്ണിൽ എന്തിനാണ് നിങ്ങൾ മുളകൊടിയെല്ലാം വാരിത്തേച്ചത്? അത് പിന്നെ ഞങ്ങളിവിടെ കണ്ണിരിഞ്ഞ് ഒന്നും കാണാതെ നീറ് പുകഞ്ഞ് നിൽക്കുമ്പോഴാണ് നിങ്ങൾ എങ്ങനെ സംഭവിച്ചു, ഏത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. കുറച്ച് വെള്ളം എടുത്ത് തന്ന് ഞങ്ങളെ സഹായിക്കാൻ തോന്നിയോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങളെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളിവിടെ നിന്ന് എന്ത് കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഞങ്ങളോട് തിരിച്ചു വന്നപ്പോൾ കണിമംഗലം കത്തിക്കാനും കൂട്ടിയിട്ട് തീ കൊളുത്താനും എന്തിനാണെങ്കിലും ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടോ? ഞങ്ങളിവിടെ പട്ടിണി എടുക്കുമായിരുന്നു ഇന്നലെ മുതൽ. ഒരു തുള്ളി ഭക്ഷണമെങ്കിലും കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് തോന്നിയോ? അത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഏട്ടത്തി ഇപ്പോൾ കൃത്യമായിട്ട് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ അത് അപ്പം തന്നെ എടുത്ത് തെങ്ങും ചോട്ടിക്കൊണ്ട് കളയുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നൂടെ? അത് കേൾക്കുന്നതും കൽപ്പന പറയണേ, അത് കൊള്ളാം, അത് അതിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ മുത്തശ്ശിക്കും കൊച്ചുമോൾക്കും വേണ്ടി വെച്ച് വിളമ്പി തരാനല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ അടുക്കളയിൽ കയറിയിട്ടില്ല, ഇനി കയറാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അന്നേരം സുകുമാരി പറയണേ, ആ അങ്ങനെ പറയടി, ഇപ്പം മനസ്സിലായില്ലേ നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ്? പതിയെ അത് പുറത്തു വന്നത് കണ്ടില്ലേ? അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സുകുമാരിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് രാധികയും ജയഭാരതിയമ്മയും കൂടി ഇന്നിവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും പ്രിയങ്കയ്ക്കും സുകുമാരിക്കും കിട്ടിയ പണീനെക്കുറിച്ചുമൊക്കെ വരുണിനോടും സൂര്യയോടും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരതെല്ലാം കേട്ട് സന്തോഷിച്ച് ആകെ ഹാപ്പി ആയിട്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം സൂര്യ അവരെക്കുറിച്ച് എന്തോ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഒരിക്കും അതെല്ലാം കേട്ട് സുകുമാരിയും പ്രിയങ്കയും അങ്ങോട്ടേക്ക് വരുന്നത്. എടാ മോനെ സൂര്യ, നീയെ അധികം ഭീഷണിപ്പെടുത്തുകയെന്ന് ചെയ്യല്ലേ. നിന്നെ സംബന്ധിച്ച് കണിമംഗലം എന്ന് പറയുന്നത് വലിയൊരു കുടുംബമായിരിക്കും. എന്നാൽ ഈ സുകുമാരിക്ക് ഇതത്ര വലിയ കുടുംബമൊന്നുമല്ല. ഈ കണിമംഗലം കുടുംബക്കാരെല്ലാം മുട്ടുകുത്തിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഈ സുകുമാരി ചെയ്തിരിക്കും. എൻ്റെ കൊച്ചുമോൾക്ക് വേണ്ട നീതിയൊക്കെ ഞാൻ നേടിയെടുത്ത് കൊടുത്തിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ വെല്ലുവിളിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ് കേട്ടോ. അവിടെ ദേവൻ രാത്രിയിലും മുറ്റത്ത് എന്തൊക്കെ ആലോചിച്ച് ദൂരത്തേക്ക് നോക്കിയിരിക്കുക. ഈ സമയം യശോദാരികിലേക്ക് ചെല്ലുക. ദേവട്ടാ, പ്രിയങ്കേനെ ഒന്ന് വിളിച്ച് ചോദിക്കണ്ടേ? അവളൊന്നുമില്ലെങ്കിലും സുഖമില്ലാത്ത കുട്ടിയല്ലേ, എത്ര നേരം എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നത്? അത് കേട്ടിട്ട് ദേവൻ ചോദിക്കണേ, പ്രിയങ്ക മോളോട് താൻ വിളിച്ചിട്ട് എന്താ ചോദിക്കാൻ പോവാ? ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കാം, അല്ലാതെ മറ്റെന്തെങ്കിലും ചോദിച്ചാൽ അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് തനിക്കറിയാമല്ലോ. പിന്നീട് ബെഞ്ചമിനും സാറയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ബെഞ്ചമിനും സാറക്കും ഗൗതത്തിനും ചന്ദ്രശേഖരനെയൊക്കെ വെച്ച് മറ്റെന്തൊക്കെയോ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്